ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഇഫ്താർ സ്പെഷ്യലായിട്ടുള്ള തരി കാച്ചിയതാണ്. വളരെ ഈസിയാണ് ഇത് ഉണ്ടാക്കാനായിട്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണെന്ന് അറിയാം. അപ്പോൾ ഇതിനായിട്ട് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഒരു പാക്കറ്റ് പാലാണ്. ഇതിലേക്ക് ഞാൻ ഒരു കപ്പ് വെള്ളം ചേർക്കുന്നുണ്ട്. അതായത് 2 കപ്പിന് 1 കപ്പ് എന്നുള്ള അനുപാതത്തിൽ. ഒരു പാക്കറ്റ് പാൽ 500 ml ആണ് ഉണ്ടാവുക, അതിലേക്ക് 250 ml. പിന്നെ ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് 3 ടേബിൾ സ്പൂൺ റവയാണ്. ഈ റവ നന്നായി വറുത്ത് വെച്ചതാണ്. ഞങ്ങൾ സാധാരണ റവ കൊണ്ടുവന്നു കഴിഞ്ഞാൽ റമദാനിലേക്കുള്ളതാണെങ്കിൽ അതൊന്നാകെ ഒന്ന് നല്ലതുപോലെ ഒന്ന് വറുത്ത് വെക്കാറാണ് പതിവ്. അപ്പോൾ അതിനകത്ത് പുഴു വരുന്നത് ഒഴിവാക്കാൻ പെട്ടെന്ന് തന്നെ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള തരി കാച്ചിയത് ഉണ്ടാക്കുകയും ചെയ്യാം. പിന്നെ ആവശ്യത്തിനുള്ള പഞ്ചസാര, പിന്നെ 1 ടീസ്പൂൺ ഏലക്കാപ്പൊടി, ഇതും അതുപോലെ തന്നെ നേരത്തെ പൊടിച്ച് വെക്കുന്നതാണ്. പിന്നെ ഇതിൽ വറുത്തിടാൻ ആവശ്യത്തിന് അണ്ടിപ്പരിപ്പ്, മുന്തിരി, പിന്നെ ഒരു 2 ചുവന്നുള്ളി, അല്ലെങ്കിൽ ചെറിയുള്ളി എന്നൊക്കെ പറയുന്ന ഷാലറ്റ്സ് 2 മതി. പിന്നെ അത് വറുക്കാൻ ഒരു 1.5 ടേബിൾ സ്പൂൺ നെയ്യ്, പിന്നെ ഒരു നുള്ള്, നമ്മൾ ഒരു 2 വിരലുകൊണ്ട് നുള്ളുന്ന അത്ര ഒരു നുള്ളുപ്പ്, അത് ഈ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ടാണ്. അപ്പോൾ നമുക്ക് ഈ പാലിനകത്തേക്ക് വെള്ളം ചേർത്ത് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. ചിലർ ഈ സമയത്ത് തന്നെ ഇതിനകത്തേക്ക് റവയും കൂടെ ചേർത്തിട്ടാണ് തിളപ്പിക്കാറ്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ കൈവെക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഞാനിപ്പോൾ ഇത് തിളച്ച് കഴിഞ്ഞതിന് ശേഷം ആണ് റവ ചേർക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് സമയം ഒന്ന് റിലാക്സ് ആയിട്ട് കിട്ടും. അതല്ല നിങ്ങൾ ആദ്യമേ റവ ചേർത്തിട്ടാണെങ്കിൽ ഇങ്ങനെ അത് തിളയ്ക്കുന്നത് വരെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. അപ്പോൾ ഈ റവ നമ്മൾ നല്ലതുപോലെ ഈ പാലൊന്ന് തിളച്ച് വന്നാൽ നമുക്ക് ഈ റവ ചേർത്ത് കൊടുക്കാം. പാല് തിളച്ച് വരുന്നുണ്ട്, ഇതിനകത്തേക്ക് ഞാനിപ്പോൾ റവ ചേർത്ത് കൊടുക്കുകയാണ്. കുറേശ്ശായിട്ട് ഇങ്ങനെ ചേർക്കുമ്പോൾ നമ്മൾ ഒരു സ്പൂൺ വെച്ചിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. സ്പൂണോ അല്ലെങ്കിൽ തവിയോ വെച്ചിട്ട്, അതല്ലെങ്കിൽ ഈ റവ പെട്ടെന്ന് കട്ടയായി പോവും. അപ്പോൾ ഇതുപോലെ ചേർക്കുമ്പോൾ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. ഇളക്കാതെ നമ്മൾ അത് ഒന്നാകെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എവിടെയാണോ നമ്മളത് ഇടുന്നത് അവിടെ വെച്ച് അത് കട്ടയായിട്ട് മാറും. അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് റവ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ 3 കപ്പ് 2 കപ്പ് പാലും 1 കപ്പ് വെള്ളമായിട്ടുള്ള ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ തന്നെ ധാരാളമാണ്. ഇതിപ്പോൾ ഞാൻ വറുത്ത് വെച്ചതായതുകൊണ്ടാണ് ഞാൻ 3 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്നത് വറക്കാത്ത റവയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും 3 ടേബിൾ സ്പൂൺ ഉപയോഗിക്കരുത്. ഞാനിപ്പോൾ ഇതിനകത്തേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വറക്കാത്ത റവയാണെന്നുണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂൺ ചേർത്താൽ മതി. കാരണം അത് വെന്ത് വരുമ്പോൾ ഈ വറുത്ത റവയേക്കാളും നല്ല മുഴുപ്പുണ്ടാവും. അപ്പം വറുക്കാത്തതാണെങ്കിൽ 2 ടേബിൾ സ്പൂൺ, വറുത്തതാണെങ്കിൽ 3 ടേബിൾ സ്പൂൺ. പിന്നെ ഇത് ഒരുപാട് സമയം വെച്ച് കാച്ചി കുറുക്കിയൊന്നും എടുക്കണ്ട. റവ ചേർത്ത് കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ് ഒന്ന് തിളപ്പിച്ച് കഴിഞ്ഞ് നമുക്കിത് വാങ്ങി വെക്കാം. അപ്പോൾ ഇതിവിടെ നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിനകത്തേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. പഞ്ചസാരയൊക്കെ അവനവൻ്റെ മധുരത്തിനനുസരിച്ചാണ് ചേർക്കേണ്ടത്. ഞാനിപ്പോൾ ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. നല്ല മധുരം ഉണ്ടായിരിക്കും. അപ്പോൾ എനിക്ക് തരി കാച്ചിയതിൽ നല്ല മധുരമുള്ളതാണ് ഇഷ്ടം, അതുകൊണ്ടാണ് ഞാൻ 4 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുള്ളത്. കുറച്ച് മതി എന്നുള്ളവർക്ക് കുറച്ച് ചേർക്കാം. അപ്പോൾ ഇത് റവയൊക്കെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഒരു 5-6 മിനിറ്റ് ആയിപ്പോൾ അത് തിളയ്ക്കാൻ വെച്ചിട്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഏലക്കാപ്പൊടി ചേർക്കുമ്പോൾ ലാസ്റ്റ് ചേർക്കുന്നതാണ് നല്ലത്, എന്നാലേ അതിൻ്റെ ഒരു ഫ്ലേവർ നമുക്ക് കിട്ടുകയുള്ളൂ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് ഇറക്കി വെക്കാം. ഇതിലേക്കുള്ള വറവ് നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഇതിപ്പോൾ നമുക്ക് കുറച്ച് ലൂസായിട്ടാണുള്ളത്, വിഷമിക്കൊന്നും വേണ്ട. ഇത് ജസ്റ്റ് ഒന്ന് ചൂട് തണിഞ്ഞ് കഴിയുമ്പോൾ നല്ല പാകത്തിനുള്ള കുറുകി വരും. അപ്പോൾ നമുക്ക് വറവ് ഉണ്ടാക്കാം. അതിനായിട്ട് ഞാൻ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1-1.5 ടേബിൾ സ്പൂണോ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. നല്ല നെയ്യ് അല്ലെങ്കിൽ പശു നെയ്യാണ് ഉപയോഗിക്കേണ്ടത്. ഇനി 6 kg പകരം ഡാൽഡ അങ്ങനെയുള്ളതൊക്കെ ഉപയോഗിക്കുന്നവരാണ് അങ്ങനെ ഉപയോഗിക്കുക. ഞാൻ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള 2 ചുവന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുട്ടികളൊക്കെ ഉള്ള വീട്ടിലാണെങ്കിൽ ഈ ചുവന്നുള്ളിയുടെ ടേസ്റ്റ് കുട്ടികൾക്ക് അത്ര ഇഷ്ടമുണ്ടാവില്ല. അങ്ങനെയുള്ളവർക്ക് ഈ ചുവന്നുള്ളി വേണമെങ്കിൽ ഒഴിവാക്കാം കേട്ടോ. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് കാഷ്യൂസ് ചേർത്ത് കൊടുക്കാം.
നോർമലി ഇത് ഉണ്ടാക്കുന്നത് ട്രഡീഷണൽ രീതിയിൽ ഇത് തേങ്ങാപ്പാൽ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഒന്നാം പാലും രണ്ടാം പാലും കൂടെ ഒന്നാം പാലും എടുത്ത് മാറ്റി വെച്ചിട്ട് രണ്ടാം പാലും എടുത്തിട്ട് അതിനകത്തേക്ക് തിളപ്പിച്ച് നല്ലതുപോലെ ഒന്ന് കുറുകി വരുമ്പോൾ വാങ്ങി വെച്ചിട്ട് രണ്ടാം പാൽ ചേർത്ത് കൊടുക്കലാണ്. അപ്പോൾ ഞാനിതിലേക്ക് കിസ്മിസ് കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അത് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഉള്ളി ചേർത്തതുകൊണ്ട് ഉള്ളി കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. ഉള്ളി കരിഞ്ഞു കഴിഞ്ഞാൽ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല. അപ്പോൾ നമുക്കിനി ഇത് തൈ കാച്ചിയതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കണ്ടോ, ഇപ്പോൾ കുറച്ചുകൂടെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ചൂട് തണിഞ്ഞ് നമ്മൾ കുടിക്കുന്ന പാകത്തിനുള്ളൊരു ചൂടാകുമ്പോഴേക്കും നല്ല പാകമായിട്ടുള്ള കുറുകി അത് റെഡി ആയിട്ടുണ്ടാവും. അതാണ് കൂടുതൽ ചേർക്കേണ്ടതെന്ന് പറഞ്ഞത്. റവക്കൊന്ന് ചൂട് തണിയുമ്പോൾ ഒന്നുകൂടെ ഒന്ന് തിക്കായിട്ട് വരും പാലിനകത്തേക്ക് കിടന്നിട്ടത്. ഇപ്പം തരി കാച്ചിയത് റെഡി ആയിട്ടുണ്ട്. നിങ്ങളൊക്കെ എങ്ങനെയാണ് കാച്ചാറ് എന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ. ഞാനിവിടെ വീട്ടിൽ ഇങ്ങനെയാണ് കാച്ചുന്നത്. എൻ്റെ ചെറുപ്പകാലത്ത് ഇത് തേങ്ങാപ്പാലിൽ കാച്ചിയതാണ് ഞാൻ കുടിച്ചുള്ളത്. അന്നൊന്നും എനിക്കിഷ്ടമല്ലായിരുന്നു. ഇപ്പോൾ ഇതിങ്ങനെ പാലിൽ ഡയറക്റ്റ് കാച്ചി തുടങ്ങിയപ്പോഴാണ് എനിക്കിതിനോട് ഒരു ഇഷ്ടം തന്നെ തുടങ്ങിയത്. അപ്പോൾ നാളെ മുതൽ നോമ്പാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഇതേ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നിങ്ങളുടെ പ്രാർത്ഥനകളിൽ എന്നെയും കുടുംബത്തെയും കൂടെ ഉൾപ്പെടുത്താം. ഇൻഷാ അല്ലാ മറ്റൊരു വീഡിയോയുമായിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പിന്നെ എന്നത്തെയും പോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഒരാളാണ്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ഒരാളാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ.